ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സുഖിയൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ സുഖിയൻ ഉണ്ടാക്കാൻ നമ്മൾ വെറുതെ സുഖിയൻ ഉണ്ടാക്കിയാൽ മതിയോ? എന്താണ് കടലമാവ് മാവുകളൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കടലമാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇതൊക്കെ മൈദ ഇതൊക്കെ കൂടെ കൂട്ടി അവളാണിട്ടെന്ന് അത് യോജിപ്പിച്ച് തരുന്നത്. അപ്പോൾ വൈകിട്ടൊരു ചായക്ക് പലഹാരം എന്ന് വിചാരിച്ചുണ്ടാക്കിയത്. നല്ല മഴയായിരുന്നു. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന്. ഞാനിതുപോലെ രാവിലത്തെ ദോശയ്ക്ക് ഉണ്ടാക്കിയ പയർ കറിയായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് അധികം വേവിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. വൈകിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ഇന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് മയങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എണീറ്റ് നോക്കിയപ്പോഴേക്കും ഒരുപാട് നേരമായി, നല്ല മഴയും പുറത്ത്. അങ്ങനെ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാനായപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടോ. അപ്പം മോളുടെ അച്ഛനങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായയൊക്കെ ചൂട് ഒന്നാറിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ വിളിച്ചത്. അങ്ങനെ മോളിതൊക്കെ യോജിപ്പിച്ച് തരുന്നുണ്ട്. അവളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ പറ്റ മോശമുള്ള ദിവസമായിരുന്നു. അതുപോലെ ചെറുപയർ തണുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ മോള് മാവ് കലക്കിലെന്തോ വെള്ളം ഏറിയിട്ട് എന്താണെന്നാവോ സുഖിയ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം ഏറിപ്പോയിട്ടോ. ഇത് ഞാൻ മധുരം ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിരുന്നു കേട്ടോ. ഒന്ന് അതിൽ സെറ്റാവുന്നവരെ ശരിയാക്കേണ്ടായിരുന്നു. ഇതിലും കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞ് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷെ നേരമില്ലാത്തതുകൊണ്ട് നേരെ 5:30-6 മണിയായിരുന്നു ഞങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പം സന്ധ്യാദീപം തെളിയിക്കും വേണം. പിന്നെ ചോറിന് രാവിലെ ചോറ് വെച്ച് പോയതായിരുന്നു. പിന്നെ വൈകിട്ടേക്ക് ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ടൈമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇതിൻ്റെയൊക്കെ പണി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഏറി നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതെന്നല്ലല്ലോ, നമുക്ക് കഴിക്കാനുള്ളതല്ലെന്ന് വിചാരിച്ച് ഞാൻ ആ ഉള്ള ഇതിൽ ഞാൻ ഉണ്ടാക്കിട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ സുഖി വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവൾ പാൻ കേക്ക് ഉണ്ടാക്കിട്ടോ. മൈദ മാവ് എടുത്തിട്ട് അവൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് അവളത് അങ്ങനെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഇതൊക്കെ ആയി വന്നപ്പോഴേക്കും മോളുടെ അച്ഛനെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങൾ. അതുപോലെ മോളുടെ യൂണിഫോം വൈകുന്നേരം ആയപ്പോഴേക്കിന് അച്ഛൻ സ്ത്രീക്ക് ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ട് എന്ന് അച്ഛനാട്ടോ സ്ത്രീക്ക് ഇട്ട് കൊടുക്കാറ്. എനിക്കിതിനൊന്നും നേരം കിട്ടാറില്ല. ഞാൻ അടുക്കളയ്ക്ക് നാളേക്കുള്ള ഇതൊക്കെ അരിഞ്ഞ് വെക്കലും കാര്യങ്ങളും പാത്രം കഴുകലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം ഒരുപാടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനിരുന്ന് അവൾ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒരുവിധമൊക്കെ മാറി. അച്ഛൻ എണീറ്റ് വന്നിട്ടുള്ളൂ, തണുപ്പ് മാറിയിട്ടില്ല. അതാണ് അങ്ങനെ ഇരുന്ന് ഇരിക്കുന്നത് കേട്ടോ. അവളുടെ പാൻ കേക്ക് അവൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അവളുടെ യൂണിഫോമും അവരുടെ യൂണിഫോമും ഇതൊക്കെ സ്ത്രീക്കിടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സ്ത്രീക്കിടാൻ വന്നപ്പോഴേക്കും അവരുടെയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ നാളെ രാവിലെ ആക്കണം. അച്ഛനെ മോള് സോപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അവൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നും പതിവുള്ളതാട്ടോ. വൈകുന്നേരത്തെ എഴുത്തും കാര്യങ്ങളും കഴിഞ്ഞ് അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ നൈറ്റ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ.